ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു വ്ളോഗോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇന്നൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോന്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക് നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾ ഊഹിച്ച പോലെ തന്നെ നമ്മൾ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് വർഷങ്ങളായി എന്റെ മോളുണ്ടായതിനു ശേഷം ഞാൻ യൂസ് ചെയ്യൽ തുടങ്ങിയതാണ് കേട്ടോ മെൻസ്ട്രൽ കപ്പ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്, മീഡിയം ആണ് എന്റെ സൈസ്. 3 സൈസിൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്നുണ്ടാവും. സ്മോള്, മീഡിയം, അതുപോലെ തന്നെ ലാർജ് ഒക്കെ നമ്മളുടെ ചെയ്യുക. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതിനെ കുറിച്ചിട്ട്. അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വർഷങ്ങളായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഇതുവരെ ഇതിനെ കുറിച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു കുഴപ്പം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല എനിക്ക് അത്രയും കംഫർട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം. കംഫർട്ട് എന്നൊക്കെ പറയുന്നത് കംഫർട്ട് അറ്റ് പീക്ക് ലെവൽ എന്നൊക്കെ പറയില്ലേ, അതെ, അത്രയും കംഫർട്ടാണ്. നോർമലി ഞാൻ പാഡ് യൂസ് ചെയ്തിരുന്ന ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് റാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര അൺകംഫർട്ട് ആയിരുന്നു പാഡ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഒരാഴ്ചയിൽ എനിക്ക് ഒരു പാക്കോ 2 പാക്കോ ഒന്നും തികയാത്ത ദിവസങ്ങൾ. കാരണം ഒരു ദിവസം തന്നെ എനിക്ക് 4ഉം 5ഉം ഒക്കെ പാഡ്സ് ഒക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അതിന്റെ ഒരു നനവ് ഉണ്ടായാൽ പിന്നെ എനിക്കത് യൂസ് ചെയ്യാനോ ഒക്കെ കഴിയൂലായിരുന്നു. കിടക്കാനും ഇരിക്കാനും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ റാഷസും കാര്യങ്ങളും അങ്ങനെ കേട്ടോ. മുമ്പായിട്ട് എനിക്ക് 1-2 ആൾക്കാർ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു യൂട്യൂബ് വീഡിയോ ആയിരുന്നു കേട്ടോ. യൂട്യൂബിൽ അത്യാവശ്യം ഫേമസ് ഒക്കെ ആയ ഒരാളാണ്. അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ കാണാനിടയായി. അപ്പം അതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടാണ്. ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള സൈഡ് എഫക്ട്സ് ആണ് കേട്ടോ. ഞാൻ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ആണെങ്കിലും ഡോക്ടേഴ്സിന്റെ ചാനൽസും കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരൊന്നും ഇങ്ങനെ സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കപ്പിലേക്ക് മാറിയ ടൈമിൽ പാഡ് എന്നുള്ള ഒരു സംഭവത്തിന് അത്രയും വെറുത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കപ്പിലേക്ക് മാറിയത്. ഭയങ്കര പേടിയായിരുന്നു പക്ഷെ എനിക്ക് കേട്ടോ. എന്റെ കസിൻസ് അവരൊക്കെ ഇങ്ങനെ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. യൂസ് ചെയ്ത ഫസ്റ്റ് മന്ത് ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്റെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആട്ടോ പറയുന്നത്. യൂസ് ചെയ്ത ആ ഫസ്റ്റ് മന്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് മന്തിൽ എനിക്ക് ലീക്കിങ്ങിന്റെ പ്രശ്നങ്ങൾ വന്നിരുന്നു. ഇൻസേർട്ട് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. ഇൻസേർട്ട് ചെയ്താൽ തന്നെ അവിടെ നിൽക്കാത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചു വേണ്ട, പാഡ് തന്നെ യൂസ് ആക്കാം, അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിച്ചു അന്ന്. പിന്നെ മാത്രമല്ല, ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ കപ്പ് യൂസ് ചെയ്യുന്നതിന്റെ പുറത്ത് പാഡ് യൂസ് ചെയ്തിരുന്നത്. കാരണം എനിക്ക് ലീക്കിങ്ങിന്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ മാസം ഒക്കെ ആയപ്പോത്തിന് ആ ഒരു പ്രശ്നമൊക്കെ എനിക്ക് കുറഞ്ഞു വന്ന പോലെ. പിന്നെ നമ്മളിത് ഇൻസേർട്ട് ചെയ്യുന്ന ടൈം കുറഞ്ഞു. ലീക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതായി. കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്രയും കംഫർട്ടാണ്. ഫസ്റ്റ് ഒക്കെ ഞാൻ പെട്ടെന്ന് ഇത് കപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനെ കുറിച്ചിട്ട് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഒരു 10 അവേഴ്സ് വരെ നമുക്ക് കപ്പ് യൂസ് ചെയ്യാന്നാണ്. എനിക്ക് ഫസ്റ്റ് 2 ഡേയ്സ് ഒക്കെ നല്ല ഹെവി ഫ്ലോ ഉണ്ടാവും. അപ്പം എനിക്കൊരു പേടിയായിരുന്നു, ഇത് കപ്പെങ്ങാനും നിറഞ്ഞു പോവോ എന്നൊക്കെ. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ ആ 2 ദിവസം ഞാൻ പെട്ടെന്ന് കപ്പ് ചേഞ്ച് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഇത് നിറയുമ്പോൾ ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നില്ല നിറയുമ്പോൾ. അങ്ങനെ 1-2 പ്രാവശ്യം എനിക്കൊരു ലീക്കിങ്ങിന്റെ പ്രശ്നം വന്നു എന്നല്ലാതെ പിന്നീട് എനിക്കൊരു ലീക്കിങ്ങിന്റെ പ്രശ്നം വന്നിട്ടില്ല ഇത്രയും ആയിട്ട്. ഫസ്റ്റ് ആ ഒരു 2 മന്ത് മാത്രമേ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു ഒരു പ്രശ്നം കൊണ്ടാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. കാരണം അതിനെക്കുറിച്ച് അത്രയും ഒരു നോളജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ അതിനുശേഷം ഇപ്പൊ അത്രയും കംഫർട്ടാണ് ഇത്. യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഇത് കൊണ്ടുപോകാനാണെങ്കിലും ഒക്കെ. ആ ഇടയ്ക്ക് ഇപ്പൊ 2-3 ദിവസം മുമ്പാണ് എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 1-2 ആൾക്കാർ അത് ഷെയർ ചെയ്തിരുന്നു. കപ്പിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ടായിരുന്നു അവർ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സൈഡ് എഫക്ട്സ് അതൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാൾ തന്നെയായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർക്ക് പേഴ്സണലി ഒരുപാട് പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് ഉണ്ടായി എന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്, അപ്പൊ നിങ്ങൾ കപ്പ് യൂസ് ചെയ്യേണ്ട എന്നുള്ള തരത്തിലേക്കായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറെ കാര്യങ്ങളൊന്നും എനിക്ക് അത്രയ്ക്ക് യോജിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 1-2 കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കും വല്ലാണ്ട് പേടി തോന്നി. കാരണം ഒരു 3 വർഷത്തോളായിട്ട് 3-4 വർഷമായിട്ടോ ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത്രയും വർഷം യൂസ് ചെയ്തിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് തോന്നി. വേറൊന്നും അല്ല, എനിക്ക് ഏറ്റവും എന്നെ ഒരു ഹിറ്റ് ചെയ്ത ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കപ്പ് നമ്മൾ സർവീസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണല്ലോ ഈ ഒരു കപ്പ് കിടക്കുക. ഈ സംഭവം സർവീസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ആ ഒരു ടൈമിൽ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കാൻ മാത്രമല്ല ചെയ്യുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. പിന്നെ കിടക്കുമ്പോഴും നമ്മൾ ചെരിയാനും മറിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. ആ ഒരു ടൈമിൽ
നമ്മൾ കപ്പ് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ കപ്പ് ബാക്ക് ഫ്ലോ, ബ്ലഡിന്റെ ബാക്ക് ഫ്ലോ സെർവിക്സിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ ബ്ലഡ് അങ്ങനെ ഉള്ളിലേക്ക് കിടന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. സത്യത്തിൽ ആധികാരികമായിട്ട് ഇതിനെ കുറിച്ചൊരു നോളജ് ഇല്ലാത്തത് കൊണ്ടാവും എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി. റബ്ബെ അത് ഉള്ളത് തന്നെയാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. സത്യസന്ധമായിട്ടാട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര പേടി തോന്നി. കാരണം അങ്ങനെ ഒരു ബാക്ക് ഫ്ലോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചും ചെയ്തു, ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരോടൊക്കെ. പക്ഷെ ആർക്കൊന്നും എനിക്കൊരു നല്ലൊരു മറുപടി അവർക്കൊന്നും തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും അവർ പറയുന്നത്. എന്നിട്ട് പിറ്റേ മാസം മുതൽ ഞാനത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇനിയിപ്പോ അവർ പറഞ്ഞത് കറക്റ്റ് ആവുമോ, ഇങ്ങനെ ഒരു ബാക്ക് ഫ്ലോ ഉണ്ടാവുന്നതുകൊണ്ട് ബുദ്ധിമുട്ട്, പിന്നീട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ പേടിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. ആ ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ഇതിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ എന്നറിയാം. പക്ഷെ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ട് ആരും ഇതിൽ പറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവർ പറഞ്ഞ ആ ഒരു പോയിന്റ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അവർ ഒരിക്കലും മോശമാക്കി പറയല്ല കേട്ടോ, അവർ നല്ല നല്ല കണ്ടന്റ് ചെയ്ത ഒരാൾ തന്നെയാണ്. ചിലപ്പോൾ ഒരു പക്ഷെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം അവരത് പറഞ്ഞത്, എന്തോ എനിക്കറിയില്ല. പക്ഷെ പക്ഷേ ഈ പേഴ്സണലി കപ്പിന് എനിക്ക് കപ്പിനെ വലിയ ഒരു സൈഡ് സൈഡ് എഫക്ട് എഫക്ട്സ് ഉണ്ട്. തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ അവർ എനിക്ക് പറഞ്ഞ തോന്നുന്നു ഒരു ക്ലിപ്പിന് എവിടെയും തന്നെ ഈ താഴെ സൈഡ് ചേർക്കാം എഫക്ട്സിനെ പറ്റി നിങ്ങൾക്ക് പറയുന്നില്ല, കാണാലോ. ആരും പ്രതിപാദിക്കുന്നില്ല. അത് നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് കണ്ടു നോക്കുക, എനിക്കറിയില്ല. അവർ പറയുന്ന ആ ഒരു പോർഷൻ. സാധാരണക്കാരായിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയില്ല അവർക്ക്. പക്ഷെ അപ്പം ഇതുവഴി നമുക്ക് ഉണ്ടാകാവുന്ന ഈ ഒരു റിട്ടേൺ ബാക്ക് ഫ്ലോ റിട്ടേൺ ബ്ലഡ് ഫ്ലോ വഴി നമുക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. ഏതെങ്കിലുമൊക്കെ ഗ്രോത്ത്സ്, ഫൈബ്രോയിഡ് ആവാം, കേട്ടില്ലേ, ഈ ഒരു എൻഡോമെട്രിയോസിസ്. പോർഷനാണ് എനിക്ക് ഏറ്റവും പേടി. ഒരുപാട് കാര്യങ്ങൾ അവർ വേറെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെതാ ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൂടെ കണ്ടത് കേട്ടോ. നമ്മളുടെ മൈൻഡ് ബോഡി, ഈ ഡോക്ടർ കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ കാണാനിടയായത്. അതിൽ ഡോക്ടർ പറയുന്നത് കേട്ടപ്പോൾ സത്യമായിട്ടും എനിക്ക് ഭയങ്കര ആശ്വാസമാണ് തോന്നിയത്. കാരണം അവരൊരു ഗൈനക്കാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് അവർക്ക് കൂടുതലായിട്ടുള്ള അറിവുണ്ടാവും. ഒരു ഡോക്ടറെ നമ്മൾ എന്തിനാ വിശ്വസിക്കണം അല്ലെ. അപ്പൊ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടെന്ന് ഡോക്ടർ തന്നെ തിരുത്തി പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് വിശ്വാസമായി. അപ്പൊ ഡോക്ടർ പറയുന്നത് ഇതിനെ കുറിച്ച് സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ പേടി തോന്നിയ ഭാഗം, ഇതിന് ബാക്ക് ഫ്ലോ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പോർഷന്റെ ആൻസർ ഡോക്ടർ പറയുന്നതും ഞാൻ ഇവിടെ കൊടുക്കാം. ഒരിക്കലും അങ്ങനെ യൂട്രസിന്റെ ഉള്ളിലേക്ക് തിരിച്ച് ഈ ഒരു ബ്ലഡ് തിരിച്ച് ഒരിക്കലും കയറില്ല കേട്ടോ. അത് ആരും വിശ്വസിക്കരുതേ. ഒരിക്കലും ആരും വിശ്വസിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ റിട്രോഗ്രേഡ് ആയിട്ട് ആ ഒരു മെൻസ്ട്രൽ പിന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല എന്ന് ഒരിക്കലും ഡോക്ടർ പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ഹൈജീനിക് അല്ലാതെ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും അല്ല, അതുപോലെ തന്നെ നമ്മളിത് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുന്ന നമുക്ക് പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് എടുത്തു വെക്കുക. അതുപോലെ തന്നെ നമ്മളിത് പീരീഡ്സ് ആവുന്ന ടൈമിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യാത്ത ടൈമിൽ നമുക്കിത് പ്രശ്നമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മളെ കൈയും മറ്റു ഹൈജീനിക് അല്ലാതിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളിത് യൂസ് ചെയ്യുന്നിടത്ത് കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡ് എഫക്ട്സ് ഇതിനുണ്ട്. പക്ഷെ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ എനിക്കൊരു സമാധാനം. ഇപ്പൊ എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇനിയിപ്പോ ഈ ഒരു വീഡിയോ കാണാതെ ചിലപ്പോൾ പേടിച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ മടിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കും കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ട് വീഡിയോയും കമ്പയർ ചെയ്ത് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പൊ കപ്പിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ കപ്പിലേക്ക് മാറണം. അതിന്റെ കംഫർട്ട് എത്രത്തോളം ആണെന്ന് തിരിച്ചറിയണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അത് യൂസ് ചെയ്യാൻ കുറച്ച് ഫസ്റ്റ് ഒക്കെ നമുക്ക് പേടിയുണ്ടാവും, അത് സ്വാഭാവികമാണ്, എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അത്രയും കംഫർട്ട് ആയിരിക്കും, പിന്നെ നമുക്ക് ഒരു പേടി ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഈസി ആയിട്ട് എത്ര പെട്ടെന്നാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു കുഴപ്പമേ ഉണ്ടാവില്ല, നമ്മൾ അതിനോട് യൂസ്ഡ് ആയി, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം ഇതിലേക്ക് തന്നെ മാറുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കപ്പിനെ കുറിച്ചിട്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ടാണ്. എൻ്റെ അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.